BSc കഴിഞ്ഞ് പിന്നെ അതിനുശേഷം കുറച്ച് ജോബ്സിനൊക്കെ നോക്കിയായിരുന്നു. പിന്നെ പക്ഷേ അതൊന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ എന്തായാലും ഹയർ സ്റ്റഡീസിൽ പോകണമായിരുന്നു. അതിന് ഇങ്ങനെ ഹെൽത്ത് കെയർ നോക്കി. അപ്പോൾ കുറച്ച് നല്ല ബെറ്റർ ഓപ്ഷനായിട്ടും കുറച്ച് വാല്യൂ അങ്ങനെയൊക്കെ നോക്കിയപ്പം പുറത്തേക്ക് പോകാമെന്ന് ഇങ്ങനെ. മീറ്റ് മിസ്റ്റർ അജയ്. ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് UK പോവാണ്. 236 റാങ്കിങ് ഉള്ള അബർഡീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 8,000 pounds സ്കോളർഷിപ്പോടെയാണ് ആൾ പോകുന്നത്. അപ്പോൾ ആളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആളോട് തന്നെ ചോദിക്കാം. അത് ഞാൻ ചെയ്തത് BSc ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് ഒരു ഫിസിക്സ് കഴിഞ്ഞിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ മെഡിക്കൽ ഫിസിക്സ് നല്ലൊരു ഓപ്ഷനായിട്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ഈ കോഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്കൈ മാർക്കിനെ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ കൗൺസിലേഴ്സ് കോൺടാക്ട് ചെയ്തപ്പം മുബഷീറായിരുന്നു എൻ്റെ കൗൺസിലർ. പിന്നെ ശിവന്യായിട്ട് കണക്ട് ചെയ്തു. ഇവരൊക്കെ പിന്നെ UK ടീം എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാം പെട്ടെന്ന് റെഡിയാക്കി തന്നു. ഒന്നിനൊരു ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സപ്പോർട്ടിങ്. BSc കഴിഞ്ഞ് പിന്നെ അതിനുശേഷം കുറച്ച് ജോബ്സിനൊക്കെ നോക്കിയായിരുന്നു. പിന്നെ പക്ഷേ അതൊന്നും അങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ എന്തായാലും ഹയർ സ്റ്റഡീസിൽ പോകണമായിരുന്നു. അതിന് ഇങ്ങനെ ഹെൽത്ത് കെയർ നോക്കി. അപ്പോൾ കുറച്ച് നല്ല ബെറ്റർ ഓപ്ഷനായിട്ടും കുറച്ച് വാല്യൂ അങ്ങനെയൊക്കെ നോക്കിയപ്പം പുറത്തേക്ക് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. ഫീസും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു, പിന്നെ സ്കോളർഷിപ്പും അവരുടെ അതിൽ ഒരു 8,000 pounds സ്കോളർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഫോർഡബിളാണ്.